നമസ്കാരം, ഞാൻ മൃണാൾ എന്ന സ്വന്തമായിട്ട് ടാഗ് ലൈനുള്ള ഒരു ഫേമസ് ഫുഡ് ബ്ലോഗറുടെ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആ ഒരു വാചകവും ഈ ഒരു നെയിമും കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മളിപ്പോൾ ഇവിടെ എന്നുള്ളത്. അതേ ഗൈസ്, നമ്മളിപ്പോൾ ഇടപ്പള്ളി ഹംഗ്രി മൃണാളിലാണുള്ളത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഐറ്റം ഓർഡർ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പുതിയൊരു സംഗതി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ ബിരിയാണി. അപ്പോൾ അത് ട്രൈ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കയറി ബില്ലിംഗ് സെക്ഷനിൽ ചെന്നു, ബാംഗ്ലൂർ ബിരിയാണി ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറേ സംഗതികളൊക്കെ വെച്ചിട്ടുണ്ട്. മെസ്സ്, പൊതികള്, മിക്സുകള്, ഫ്രൈഡ് റൈസ്, അയില ഫ്രൈ ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ കുറേ വലിയ വിരപ്പട്ടികള്, അങ്ങനെ കുറേ സംഗതിയൊക്കെ അവിടെ ഭിത്തിമയൊക്കെ ചാരി വെച്ചിട്ടുണ്ട്. അടുത്ത് നല്ല വലിയ മെനു ആണ് കേട്ടോ, നല്ല നീണ്ട ലിസ്റ്റ് ഉണ്ട് അതിൽ. പിന്നെ നോൺ മൂവബിൾ ആയതുകൊണ്ട് നമുക്ക് കുത്തി നിന്ന് വായിച്ചെടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ സ്ക്രീനിങ്ങിലായിരിക്കും, അതിങ്ങനെ ഓടിക്കളിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ഇമേജ് പോയി കഴിഞ്ഞാൽ അടുത്ത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് പിന്നെയും കുറേ നേരം നിൽക്കണം. ഇത് ആ പ്രശ്നമില്ല. അതെല്ലാം ഇങ്ങനെ അനങ്ങാണ്ട് അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നും എന്താണ് ഇത്രയൊക്കെ വെച്ച് വേണം എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതെന്തായാലും നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്ത് കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ടോക്കൺ വിളിച്ചിട്ടുണ്ട്. നമ്മളൊരു വലിയ തിരക്കില്ലാത്തൊരു സമയത്താണ് പോയത്. മീൻസ് അതായത് വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ സഭാകമ്പം മാറി വന്നിട്ടില്ല നമ്മുടെ. അത് കുറച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാലേ മാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും ഇങ്ങനെ വലിയ ആൾക്കാരില്ലാത്ത സമയം നോക്കിയിട്ടാണ് നമ്മൾ പോവാറ്. അപ്പോൾ നമ്മുടെ അവരുടെ പുതിയ ഐറ്റമായിട്ടുള്ള ബാംഗ്ലൂർ ബിരിയാണി വന്നിട്ടുണ്ട്. ഇതിൽ സൈഡായിട്ട് അവർ തന്നിരിക്കുന്നത് ഒരു ഗ്രേവി ഉണ്ട്, റൈത്തയുണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്. നോർമൽ ബിരിയാണി പോലെയല്ല. മീൻസ് അതായത് നമുക്കറിയാമല്ലോ ബാംഗ്ലൂർ ബിരിയാണി എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പാണ് വരുന്നത്. ചിക്കനും റൈസും എല്ലാവരും ഒന്നിച്ച് വരുന്ന ടൈപ്പാണല്ലോ. അതപ്പോൾ അതിൻ്റെ കളറിലും വ്യത്യാസമൊക്കെ ഉണ്ട്. കാണാൻ കൊള്ളാം. പെട്ടെന്ന് കാണുമ്പോൾ ഒരു മന്തി റൈസിൻ്റെ ഒരു ലുക്ക് പോലെ തോന്നില്ലേ? എനിക്കും ചെറുതായിട്ട് തോന്നിയിരുന്നു കേട്ടോ. കാണാനൊക്കെ കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ, പ്രസൻറ്റേഷൻ കൊള്ളാം. അപ്പോൾ കുട്ടു അതിൻ്റെ ചോറും മുറ്റൊക്കെ തള്ളി മറിച്ചിടുന്നുണ്ട്, തുറന്ന് നോക്കുന്നുണ്ട് നന്നായിട്ട്. നമുക്ക് എണ്ണ അനുസരിച്ചിട്ടാണ് ബാംഗ്ലൂർ ബിരിയാണി വരുന്നതെന്നാണ് അവർ പറഞ്ഞത് കൗണ്ടറിൽ. ഇപ്പോൾ 3 പീസിൻ്റെ പറയാം, 5 പീസിൻ്റെ പറയാം, 7 പീസിൻ്റെ പറയാം, ബോൺലെസ് ഉണ്ട്, വിത്ത് ബോൺ ഉണ്ട്. പല ഓപ്ഷൻസ് തന്നെ ബാംഗ്ലൂർ ബിരിയാണിയിൽ വരുന്നുണ്ട്. നമ്മളപ്പോൾ കുറച്ച് ഒരു 5-6 പീസിൻ്റെ ഒരു പോർഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസൊക്കെ നല്ല പുള്ളിയുടെ ഒരു ശീലം, മുന്നേ പറയുന്നൊരു ശീലം ഉണ്ടല്ലോ, ബിരിയാണി നോക്കിക്കഴിഞ്ഞാൽ നല്ല വിട്ടുവിട്ട് വരുന്ന ബിരിയാണി റൈസ് എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ റൈസ് നല്ലോണം വിട്ടുവിട്ട് വരുന്നുണ്ടായിരുന്നു. കുട്ടപ്പോൾ റൈത്തൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും ഇവിടുത്തെ ദം ബിരിയാണി ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷെ അപ്പോഴാണ് അറിഞ്ഞത് ഇവർ പുതിയൊരു ബാംഗ്ലൂർ സ്റ്റൈൽ ബിരിയാണി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ എന്നാൽ അത് തന്നെ അങ്ങ് ട്രൈ ചെയ്യുന്ന വിചാരിച്ച് അത് തന്നെ ഓർഡർ ചെയ്ത്. ബിരിയാണി കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. റൈസൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു, എല്ലാം വിട്ട് ഇടയ്ക്കായിരുന്നു. ചിക്കനും നല്ല സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ ടേസ്റ്റി കുഴപ്പമുണ്ടായില്ല, എനിക്കിഷ്ടപ്പെട്ട്. ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാവില്ല, കാരണം ഇങ്ങനത്തെ ടൈപ്പ് ബിരിയാണി കഴിക്കൽ കുറവാണല്ലോ. ഈ റൈത്ത ഒഴിച്ച് കഴിക്കുമ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സാധാ ബിരിയാണിയുടെ പോലെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേ ആ ചാറ് കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം നമ്മൾ ഈ ചാറൊഴിച്ച് അങ്ങനെ ബിരിയാണി കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഫീൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്രക്ക് പോരായിരുന്നു. പക്ഷേ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാണ്ടിരിക്കാൻ തന്നെ വയ്യ, കൊള്ളായിരുന്നു. പിന്നെ ഇവിടെ മൊത്തം നെഗറ്റീവ് ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ ചുറ്റൊക്കെ നോക്കി കുറേ ഈച്ചനെ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചാൽ ഇങ്ങനെ വന്നത്. പക്ഷേ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ഒരു ഈച്ച പോലും അവിടെ ഉണ്ടായില്ല. കുറേ തപ്പി, ഒറ്റടത്തിനെ കിട്ടിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ചാറ് കറി. അത് ചിക്കൻ ഗ്രേവിയുടെ പോലത്തെ ഒരു ഗ്രേവിയാണ്, പക്ഷേ എനിക്കതത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ വന്ന ആൾക്കാർക്ക്. പുള്ളി പിന്നെ ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ തുടങ്ങി വൻ നെഗറ്റീവ് മാത്രമാണെന്നല്ല എല്ലാവരും കേട്ടിരുന്നത്. അപ്പോൾ നമുക്കും അതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയണ്ടേ, ആ ഒരു മൈൻഡ് കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങൾ വന്നിട്ടും വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇവിടെ കണ്ടില്ല. എല്ലാം നല്ല ക്ലീനായിട്ടും സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഈച്ചനാണ് ഞങ്ങൾ നോക്കിയത്, അതിന് പിന്നെയും കണ്ടില്ല. അതൊരു ഞങ്ങൾക്കൊരു വൻ നഷ്ടമായിപ്പോയി. അല്ലെങ്കിൽ അത് പറഞ്ഞ് ഈ നെഗറ്റീവ് ആയിരുന്നു. അങ്ങനെയെങ്കിലും കുറേ ഞങ്ങൾക്ക് റീച്ചിട്ടോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഈച്ച പോയിട്ട് മറ്റേ ആട് കിടന്നിടത്ത് പൂടെ ഇല്ലാത്ത പോലെ അവസ്ഥയിൽ പോയി. ഷോ. പിന്നെ എനിക്ക് ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് അവിടെ കാർ പാർക്കിംഗ് ഇല്ല. കാരണം ഇത്രയും തിരക്കുള്ള ഒരു സിറ്റിയുടെ നടുക്ക് റോട്ടിലൊന്നും കാർ ഇട്ടുകൊണ്ട് പോകുന്നത് പോസിബിൾ അല്ല.
അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിന് പ്രശ്നമൊന്നുമില്ല. ഒരു 6 കാറൊക്കെ അവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. വന്നനുസരിച്ച് പാർക്ക് ചെയ്യണമെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രശ്നം പറഞ്ഞു കേട്ടത് സെൽഫ് സർവീസിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അതായത് നമ്മൾ ഫുഡ് ഓർഡർ കൊടുക്കണം, നമ്മൾ തന്നെ പോയി ഫുഡ് മേടിക്കണം. ഇപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇനി വേറെ എന്തെങ്കിലും വേണമെങ്കിൽ വീണ്ടും നമ്മൾ നീറ്റ് പോയിട്ട് ഫുഡ് മേടിക്കണം. ഇതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് പറയുന്ന സംഗതികളാണ്. അതായത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള KFC, മക്ഡൊണാൾഡ്സ് ഒക്കെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈവൻ ഇഫ് നമ്മുടെ ലുലു മാളിൽ ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞാലും നമ്മൾ തന്നെ ചെന്ന് ഓർഡർ കൊടുക്കണം, നമ്മൾ തന്നെ ചെന്നിട്ട് എന്ത് ചെയ്യേണ്ടി വരും, സാധനം എടുത്തിട്ട് വരേണ്ടി വരും. അതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് വന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കാവുന്ന ഒരു മൈൻഡും നമ്മുടെ സ്വന്തം നാട്ടുകാർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നിരാകരിക്കാനുള്ള മൈൻഡാണ് ഇവിടുത്തെ ജനങ്ങളിൽ കൂടുതൽ കാണുന്നത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് പുറത്തുനിന്ന് വന്നവൻ എന്തോ ആവാം, ഇവിടെ ഉള്ളവനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ആ ഒരു ചിന്താഗതി എന്നാണോ മാറുന്നത് അന്നായിരിക്കും നമ്മുടെ സമൂഹം കുറച്ചും കൂടെ മെച്ചപ്പെട്ട നിലയിലോട്ട് എത്തുക എന്നുള്ളതാണ് ഒരു പോയിന്റ് വരുന്നത്. അതായത് പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവരുമ്പോൾ നമ്മളത് അംഗീകരിക്കാൻ ശ്രമിക്കണം. ന്യൂ ഐഡിയാസ് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് ആര് എന്ത് ചെയ്താലും. ബോൺലെസ് പീസാണ് പറഞ്ഞതുകൊണ്ട് തന്നെ കുട്ടുവിൻ്റെ പ്ലേറ്റിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ല് പോലും ബാക്കിയില്ലാത്ത രീതിയിൽ കഴിച്ചു തീർത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുത്തെ ഫുഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് അവരുടെ ഒരു ടീ ഷോപ്പ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. രാത്രി സമയങ്ങളിൽ റെസ്റ്റോറൻറ്റിലപ്പോൾ ലൈറ്റ് തിളങ്ങുന്ന കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു ഇടുപ്പൊക്കെ വരിക. അതിൻ്റെ സൈഡിൽ ക്യാരം ബോർഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ട് മുതലുള്ളൊരു ശീലമാണ് ലൈറ്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഓരോ ഫോണും കൊണ്ട് ചെന്നിട്ട് ഓരോ ഫോട്ടോ എടുക്കുക, അങ്ങനെ എടുക്കുക, ലൈറ്റിൻ്റെ ബൾബിൻ്റെ ഫോട്ടോ എടുക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ ചെന്നിട്ട് എടുക്കുക ഒക്കെ വരുന്നത്. അതെല്ലായിടത്തും നിന്നാൽ കാണിക്കും. ഇവിടെ സ്നാക്സൊക്കെ വെച്ചിട്ടുണ്ട്. മുട്ട ബജ്ജി, മുളക് ബജ്ജി, അങ്ങനെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിൽറ്റർ കോഫിയാണ് കേട്ടോ അവിടെ വരുന്നത്. അപ്പോൾ അത് അവിടുത്തെ സ്റ്റാഫ് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പഞ്ചസാരയാണ് കേട്ടോ ഇടുന്നത്. പഞ്ചസാരയൊക്കെ ഇടുന്നുണ്ട്. പാലിടുന്നില്ലാവോ? പാൽ ഇടുന്നുണ്ട്. പാലൊക്കെ അരിച്ചിട്ടാണ് ഒഴിക്കുന്നത്. ഫിൽറ്റർ കോഫി എനിക്ക് തോന്നുന്നു മറ്റേ പാലക്കാട് ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും ഫിൽറ്റർ കോഫി കാണാൻ തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ ചായപ്പൊടി ഇട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ കാപ്പിപ്പൊടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ ഇത് എന്തോ ഒരു പ്രത്യേക മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് ആ കാപ്പി പൊടിയെ ഒരു ലിക്വിഡ് ഫോമിലോട്ട് മാറ്റിയിട്ട് അതിൽ പാൽ ഒഴിച്ചിട്ടാണ് ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം അടിച്ച് പതപ്പിച്ചൊരു കാപ്പി കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഈ കോൾഡ് കോഫിയൊക്കെ ഇരിക്കുന്ന പോലെ ഉണ്ട്. നല്ല ചൂടൻ കോഫി ഇങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ആ ഒരു ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുട്ടാണത് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല പതപ്പിച്ച ഒരു കാപ്പി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാതി ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ മല പോലെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു. ഫിൽറ്റർ കോഫി എന്തായാലും നൈസായിരുന്നു. കുട്ടൂന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോഫീൻ്റെ ഒരു ടേസ്റ്റ് അല്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഉണ്ടാക്കുന്ന മെത്തഡിലുള്ള വ്യത്യാസമായിരിക്കാം ഒരു ടേസ്റ്റ് ഡിഫറൻസിന് കാരണം തോന്നുന്നുണ്ടോ. ലൈറ്റ് ഇവിടെ കണ്ടാൽ എൻ്റെ ഫോൺ അങ്ങോട്ട് പോകും. ആ സമയത്താണ് അവിടെ ലൈവ് ഫുഡ് എന്തുണ്ടാക്കാൻ പോകുന്നത് കണ്ടത്. വാവ്, ആ തീ ആളിക്കത്തുന്നത് നല്ല രസമുണ്ടായിരുന്നില്ലേ കാണാനായിട്ട്. ചൈനീസ് ഐറ്റം എന്തോ ആണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് തോന്നുന്നുണ്ട്. ചില്ലി ഗോപിയാണെന്ന് തോന്നുന്നുണ്ട്, ആയിരിക്കാം, നമുക്ക് നോക്കാൻ, കണ്ടില്ല ഞാൻ. അപ്പോൾ സവാള, ക്യാപ്സിക്കം, കുറേ സംഗതിയൊക്കെ ഉണ്ട്. ഈ ലൈവ് അടിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈ ചട്ടീൻ്റെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നൊക്കെ തീ ഇങ്ങനെ മുകളിലോട്ട് വരുന്നതും പുക വരുന്നതൊക്കെ നല്ല സുന്ദരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണോ ഈ തീയൊക്കെ ഇങ്ങനെ ചട്ടീൻ്റെ ഉള്ളിൽ നിന്ന് വരിക അല്ലേ? എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ പുറത്തുനിന്ന് നിറച്ച തീ, അകത്തുനിന്ന് നിറച്ച തീ, കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു വൈബാണ് ആ തീ കൊണ്ടുള്ള കളി കാണാനായിട്ട്. അപ്പോൾ കോളിഫ്ലവർ ആണെന്ന് തോന്നുന്നു കേട്ടോ ഇടുന്നത്. ചില്ലി ഗോപി ആയിരിക്കും അപ്പോൾ അവരുണ്ടാക്കുന്നത്. തോന്നുന്നുണ്ട് ചില്ലി ഗോപി ആവാനാണ് ചാൻസ്. കാണുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് കൊതിയൊക്കെ വരുന്നുണ്ട് അല്ലേ? അതെ, ആ തീയും അതിൻ്റെ ഇളക്കലൊക്കെ
നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. നമുക്കിങ്ങനെ വല്ലപ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റാറുള്ളൂ. മോസ്റ്റ്ലി നമുക്കിങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഒന്നും കാണാൻ പറ്റാറില്ല. അവർ അവിടുന്ന് അകത്തുനിന്ന് ഉണ്ടായിക്കൊണ്ട് വരുന്നു, നമ്മൾ കഴിക്കുന്നതൊക്കെ ആണല്ലോ ഉണ്ടാവുക. ലൈവായിട്ട് ഇത് കാണാമെന്നൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകതരം വേറൊരു ഫീലാണത്. പുറത്ത് കുറേ ഗെയിംസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ, ക്യാരംസ് അങ്ങനെ കുറേ സംഗതിയൊക്കെ കാണാമായിരുന്നു. ലൈറ്റിൻ്റെ വീക്ക്നെസ്സാണ്. ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വീഴും. അതിൻ്റെ ഇങ്ങനെ വെട്ടം കൂട്ടുക, വെട്ടം കുറക്കുക, നല്ല രസമാണ്. അപ്പോൾ സംഗതി നല്ലതാണ്. ഞാൻ എന്ത് കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ കൊടുക്കുന്ന പൈസക്ക് ഞാൻ എന്ത് മേടിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും വളരെ ഒരു നല്ലൊരു സംഗതിയായിട്ടാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. പല സ്ഥലത്തും നമ്മൾ ചെന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നു, അതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത പല സാധനങ്ങളും വരുന്നു, അതിൻ്റെയും പൈസ കൊടുക്കുന്നു. പക്ഷെ നല്ലതാണ്. എന്നാ ഇനി പിന്നെ കാണാം.